വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ പൊട്ടിയ ചെരുപ്പ് വിഷ്ണു അങ്ങ് കളയുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ചെരുപ്പ് ശാലിനി എടുത്ത ശേഷം ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതും വിഷ്ണു വാങ്ങുന്നുണ്ട്. പൊട്ടിയ ചെരുപ്പ് എൻ്റെ തേഞ്ഞ് നടന്ന കൂട്ടുകാരനല്ലേ, അപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ നടന്ന തന്നെ പോലെ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുകയാണ്. അന്നേരം വിഷ്ണുവിട്ട് അങ്ങനെയൊന്നും പറയരുത് എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അതൊക്കെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ, എനിക്ക് സത്യഭാമയേക്കാൾ വലിയവനാകണം, തൻ്റെ ഭാര്യയെ നല്ലതുപോലെ അന്ന് അവളുടെ ആഗ്രഹം പോലെ കളക്ടർ ആക്കണം എന്നൊക്കെ അങ്ങ് വിഷ്ണു അങ്ങ് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. തുടർന്ന് വാ പോകാം, ഒരുപാട് നടക്കാനുണ്ട് എന്ന് പറഞ്ഞ് ശാലിനിയും വിഷ്ണു കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു തൻ്റെ ചെരുപ്പ് ഊരുകയാണ്. അന്നേരം എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ചെരുപ്പില്ലല്ലോ, അപ്പോൾ എനിക്കും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, ചെരുപ്പ് ഇട്ടേ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ഇല്ലടോ, തനിക്കില്ലാത്ത ഒന്നും എനിക്കും വേണ്ട, ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ തരാനായിട്ട് ഈ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ കണ്ണു നിറഞ്ഞ് വിഷ്ണു പറയുമ്പോൾ ശാലിനിയുടെയും കണ്ണ് നിറയുകയാണ്. തുടർന്ന് അവർ വിഷ്ണുവും ശാലിനിയും ചെരുപ്പില്ലാതെ തന്നെ രണ്ടുപേരും റോഡിലൂടെ നടന്നു പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ സെല്ലാണ്. ബാലചന്ദ്രനല്ല, ഗോപാലകൃഷ്ണനും പിന്നെ ശാരദാമ്മയും കൂടി അന്യോന്യ സങ്കടങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കുകയാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, വഴിയിൽ കിടന്നൊരു പൊട്ട് കമ്മൽ കിട്ടിയാലും ആരെങ്കിലും അതിന് ഉത്തരവാദിയായിട്ട് പകരം ആയിട്ട് വരും എന്ന് കരുതി പട്ടിണി കിടക്കുമ്പോഴും അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ശാരദ അങ്ങനെ കള്ളിയായി എന്നൊക്കെ ഗോപാലകൃഷ്ണൻ അങ്ങ് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ, അല്ല ഗോപാലേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ജനറൽ ആശുപത്രി വരെയുള്ള കഥ ശാരദയ്ക്ക് അറിയാമല്ലോ, പിന്നീട് കാശിയിലോ രാമേശ്വരത്തോ ഒക്കെ പോയി ബാക്കിയുള്ള കാലം ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അപ്പോഴും മനസ്സിലൊരു കരട് ബാക്കി ഉണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ പൊട്ട് കമ്മലും താലിമാലയും ഒക്കെ പണയം വെച്ചല്ലേ എന്നെ അവസ്ഥിതിയിലാക്കി തിരികെ എത്തിച്ചത്, അപ്പോൾ അതെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴോ വീട് പൂട്ടിക്കിടക്കുകയാണ്. ഇതിൽ ഫ്രണ്ടിലൊരു ബോർഡുമുണ്ട്, ഈ വീടും സ്ഥലവും ഒക്കെ വിൽപ്പനയ്ക്കെന്ന്. തുടർന്ന് എനിക്ക് ഒരു വീട് മാത്രമല്ലല്ലോ എന്ന് ശാരദയ്ക്ക് അറിയാമല്ലോ, തുടർന്ന് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയി, പക്ഷെ അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവസ്ഥ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതെങ്ങനെ സംഭവിച്ചു, ഗോപാലേട്ടൻ്റെ സ്വത്തുക്കൾ എങ്ങനെ പോയി എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അത് എനിക്ക് തന്നെ സംഭവിച്ചൊരു മണ്ടത്തരമാണ്. ബാലചന്ദ്രനുമായിട്ട് സൗഹൃദത്തിലായിരുന്നപ്പോൾ ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു പവർ ഓഫ് അറ്റോർണിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പണമൊന്നും എടുത്ത് മറിക്കാൻ പറ്റില്ല എന്നായിരുന്നു അവൻ്റെ ഒരു അവകാശവാദം. അതിനായിട്ട് എൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും നോക്കി നടത്താനും ഒക്കെ ആയിട്ടായിരുന്നു ഞാനത് കൊടുത്തത്. അന്ന് അങ്ങനെ അങ്ങ് നടന്നുപോയി. പക്ഷെ പിന്നീട് ഞാൻ ആശുപത്രി കിടന്നപ്പോൾ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി രാജേഷിനും ബാലചന്ദ്രനും കൂടി വന്നിരുന്നു. പക്ഷെ ഞാൻ അവരെ അവിടെ നിന്ന് മുഖത്തടിച്ച പോലെ ആട്ടിയാണ് വിട്ടത്. പക്ഷെ അതിൻ്റെ ഒരു പ്രതികാരത്തിൽ ബാലചന്ദ്രൻ വീട്ടിൽ പോയി ഈ പവർ ഓഫ് അറ്റോർണി പൊടി തട്ടി എടുത്ത ശേഷം ഇത് പണയം വെച്ച് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപ അവൻ വാങ്ങി. പക്ഷേ പിന്നീട് അവൻ ഒപ്പിട്ട എൻ്റെ പേരിലൊരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അത് മടങ്ങിയപ്പോഴാണ് ഞാൻ ഇവിടെ ആയത്. ഓരോരോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നുമൊക്കെ എൻ്റെ ഫോൺ കോളുകളിലേക്ക് വിളി ഉണ്ടായിരുന്നു. അമ്പലനടകളിലും ആശുപത്രിയിലും ഒക്കെ അന്തി ഉറങ്ങുന്ന എനിക്ക് എവിടെയാണ് ഫോൺ, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഓരോ സ്ഥാപനങ്ങളും വീടും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നിങ്ങനെ ശാരദാമ്മയോട് ബാലചന്ദ്രൻ സംഭവങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ വഞ്ചനാ കുറ്റത്തിനാണ് കേസ്, ഇപ്പോൾ ഒന്നേ ഉള്ളൂ, ഇനി ഓരോന്നായി വരും എന്നൊക്കെ പറഞ്ഞങ്ങ് ഗോപാലകൃഷ്ണൻ സങ്കടപ്പെടുകയാണ്. അന്നേരം ഇപ്പോൾ ബാലചന്ദ്രൻ എവിടെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നീ കേട്ടിട്ടില്ലേ, അവനിപ്പോൾ എൻ്റെ പണവും ഒക്കെ കൈവശമാക്കി പുതിയൊരു ഫിനാൻസ് തുടങ്ങിയിട്ടുണ്ട്, ബാലചന്ദ്രൻ ഫിനാൻസ്. അതിൻ്റെ MD ആണ്, വട്ടിപ്പലിശ കൊടുക്കുന്ന ഏർപ്പാടാണ്. സത്യഭാമയ്ക്കൊപ്പം നാട്ടിൽ ഒപ്പം നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു ഫിനാൻസ് ആയിട്ട് അവൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ കാറി പോകുന്നതും MD ആയിട്ടിരിക്കുന്നതും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സംസാരിക്കുമ്പോഴും ഗോപാലകൃഷ്ണനാണെങ്കിലോ നന്നായിട്ട് ചുമക്കുകയും സംസാരിക്കാനായിട്ട് പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് രാജേശ്വരി എവിടെയെന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അപ്പോൾ ശാരദ അതറിഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവളിപ്പോൾ പുതിയ ബന്ധങ്ങളൊക്കെ തുടങ്ങി അന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊരു പുതിയ മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള ഒരു പടുകിഴവൻ്റെ കൂടെയാണ്. ഇന്ത്യയിലുടനീളം മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ഉണ്ട്. അയാളുടെ ഭാര്യ മരിച്ചു പോയതാണ്, പക്ഷെ മക്കളൊക്കെ ഈ ബന്ധത്തിനെതിരാണ്. പക്ഷെ അയാളാണെങ്കിലോ രാജേശ്വരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എല്ലാം അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൾക്ക് അത് മതിയല്ലോ, പണം മാത്രം മതിയല്ലോ എന്നും പറഞ്ഞ് തൻ്റെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് വിവരിക്കുകയാണ്.
ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് ഇവിടെ തന്നെ കിട്ടി, അത് പരലോകത്തോ മറ്റെവിടെയും ഒക്കെ അല്ല കിട്ടേണ്ടത്, ഇവിടെ തന്നെയാണ്, അത് ഏറ്റുവാങ്ങിയേ മതിയാകൂ എന്ന് പറഞ്ഞ് അങ്ങ് സങ്കടപ്പെട്ട് ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. പക്ഷെ അതേ അവസ്ഥയിൽ തൻ്റെ അവസ്ഥയോർത്തങ്ങ് കരഞ്ഞിരിക്കുകയാണ് ശാരദാമ്മയും. ഇതേസമയം വിഷ്ണു ശാലിനിയും കൂടി കമലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം അപ്പോൾ സത്യാമ്മയും ആശാനും ദുഷ്മൻ അതാണല്ലേ ഇപ്പോഴത്തെ പ്രശ്നം എന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം അതൊന്നും അല്ലടാ പ്രശ്നം, ഇപ്പോൾ താമസിക്കാനായിട്ട് ഒരിടം വേണം, ചെറിയൊരു വീട് വേണം എന്നിങ്ങനെ. ഞാൻ മാത്രമല്ല, വിഷ്ണു ആയിരുന്നെങ്കിൽ കടത്തിണ്ണയിലോ മരച്ചുവട്ടിലോ ഒക്കെ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പോൾ കൂടെ ഒരു പെണ്ണ്, ഒരു കൈക്കുഞ്ഞുമുണ്ട്, അവരെ എങ്ങനെ അവിടെയൊക്കെ കിടത്തുക എന്നിങ്ങനെ പറയുകയാണ്. സത്യഭാമയുടെ മകൻ എന്നുള്ള ഒരു ലേബലിൽ വേണ്ട, വിഷ്ണുവിന് താമസിക്കാനായിട്ട് ഒരിടം വേണം, വാടകയ്ക്കോ മറ്റോ മതി. വാടകയ്ക്കെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും കൊടുക്കാനും ഇല്ല, എങ്ങനെ ചെറിയൊരു വീട് മതി എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം കമലൻ ഇങ്ങനെ ആലോചിച്ച ശേഷം ആശാന് എൻ്റെ വീട് മതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തം പകച്ച് കമലിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കമലൻ പറയുകയാണ്, ഞാനങ്ങ് മറന്നുപോയി, ആശാന് താമസിക്കാനായിട്ട് എൻ്റെ വീട് കൊള്ളില്ലല്ലേ, അത് പോട്ടെ, നമുക്ക് വേറെ നോക്കാം എന്നിങ്ങനെ കമലൻ പറയുമ്പോൾ കമലിൻ്റെ അടുത്തേക്ക് വിഷ്ണു ചെന്നിങ്ങനെ തോളി പിടിക്കുകയാണ്. അപ്പോൾ നിൻ്റെ വീട്ടിൽ എന്നെ താമസിക്കാൻ കൊള്ളില്ല അല്ലേ, നിന്റെ വീട്ടിൽ നിന്ന് കഴിച്ച പൊടിച്ചമ്മന്തിയുടെയും ചക്കപ്പുഴുക്കിൻ്റെയും ഒന്നും വേദനയൊന്നും ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കമലനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം രണ്ടുപേർക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട്, അങ്ങ് പൊട്ടിക്കരയുകയാണ് കമലനും വിഷ്ണുവും. തുടർന്ന് ശാലിനി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിനു മുന്നേ കമലൻ ചോദിക്കുന്നുണ്ട്, ആശാന് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പൊയ്ക്കൂടെ എന്ന്. അന്നേരം അത് വേണ്ടടോ, അമ്മ തന്നെ അമ്മയുടെ സൗകര്യവും സൗജന്യവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛ വീട്ടിൽ പോയി പുറത്തു വന്ന് നാളെ ഒരു കാലത്ത് അമ്മ പറയാൻ പാടില്ല. പിന്നെ ശാലിനിക്കും അതൊരു നാണക്കേടാണ്, ഒരു ഗതിയും ഇല്ലാതെ വന്നപ്പോഴും നീ നിന്റെ ഭർത്താവിനെയും കൂടി ഇങ്ങോട്ടല്ലേ വന്നതെന്ന് ആരും അവളോട് ചോദിക്കാൻ പാടില്ല എന്നിങ്ങനെ വിഷ്ണു കടുപ്പിച്ച് പറയുകയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ സമ്മതിച്ചാലും എൻ്റെ വീട്ടിൽ നിൽക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. അതിനുശേഷമാണ് കമലൻ എൻ്റെ വീട് മതിയോ എന്നൊക്കെ ചോദിക്കുന്നു, ഇവർ തമ്മിലുള്ള സ്നേഹപ്രകടനം ഒക്കെ. തുടർന്ന് അങ്ങ് കണ്ണീരൊക്കെ തുടച്ചിട്ട് വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, ശാലിനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിഷ്ണുവിനെല്ലാം നഷ്ടപ്പെട്ടു എന്ന്, പക്ഷേ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഈ സൗഹൃദങ്ങളാണ് വിഷ്ണുവിന് എന്നും ഒരു മുതൽക്കൂട്ട് എന്ന് പറഞ്ഞ് കമലിൻ്റെ കൈ ചേർത്ത് പിടിച്ച് വീണ്ടും അങ്ങ് കമലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം കമലിനും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഉള്ള സൗകര്യത്തിന് നമുക്ക് അവിടെ അങ്ങ് കൂടാം എന്നിങ്ങനെ കമലൻ പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കമലിൻ്റെ വീടാണ്. വളരെ ചെറിയൊരു വീടാണ്. അവിടെ കമലിൻ്റെ ചേച്ചിയും അമ്മയുമാണ് ഉള്ളത്. ചേച്ചിയാണെങ്കിലോ വെള്ളമൊക്കെ ഗ്യാസിലേക്ക് വെച്ചിട്ട് ആകെ അങ്ങ് ബഹളമാണ്. ഇതിലിടാനായിട്ട് ഒരു നുള്ള അരി പോലും ഇല്ല. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുകയാണ്, ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ തനിയെ സംസാരിക്കുകയാണ്. അന്നേരം കമലിൻ്റെ അമ്മ വരുന്നുണ്ട്. നീ എന്തിനാ വിജി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ പിന്നെ ഇവിടെ എല്ലാം സമ്പാദിച്ച് വെച്ചിരിക്കുകയല്ലേ, വെച്ച് കഴിക്കാനായിട്ട് അരി പോലും ഇല്ല. അരി ചിലപ്പോൾ കമലൻ കൊണ്ടുവരുമായിരിക്കും, കൊണ്ടുവന്നാൽ അതിൽ കറി വെക്കാനായിട്ട് ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് ആ പറമ്പിൽ വല്ലോ എന്നിങ്ങനെ അമ്മ പറയുകയാണ്. നാട്ടുകാരുടെ പറമ്പല്ലേ, അവിടെ കയറണമെങ്കിൽ ഒളിച്ചും പാത്തും വേണം. ലൂക്കോച്ചൻ്റെ പറമ്പിലാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, കാന്താരി മുളക് പോലും ഇല്ല. മുമ്പൊരിക്കൽ ചൊറിയും കാച്ചിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചതിൻ്റെ ചൊറിച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല എന്നും പറഞ്ഞ് ആകെ ബഹളമാണ്. അന്നേരം കമലിൻ്റെ അച്ഛനാണെങ്കിൽ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു, പുള്ളി മരണപ്പെട്ടു പോയതാണ്. അന്നേരം ലോഡിങ് കയറ്റുന്നതിനിടെ എന്തോ ഒരു അപകടം വന്ന് മരിച്ചതാണ്. അന്നേരം കാർഡും ഒന്നും ഇല്ലാതിരുന്നാൽ നഷ്ടപരിഹാരമോ ഒന്നും കിട്ടിയില്ല. അതിനുമൊക്കെ വഴക്ക് പറയുകയാണ്. അന്നേരം മരിച്ചു പോയവരെ എന്തിനാ വഴക്ക് പറയുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം മരിച്ചു പോയവരെ വഴക്ക് പറയാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ വിചാരിക്കണം, നിങ്ങളുടെ മോൻ കമലനില്ലേ, അവനാണെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ, ഈ ചേച്ചിയായ എന്നെ കെട്ടിച്ചു വിടുന്നതിലോ ഒന്നും ഒരു ഉത്തരവാദിത്വമില്ല. ഏത് സമയവും ആ സത്യഭാമയുടെ മകൻ്റെ പുറകെ ആശാനെയും വിളഞ്ഞ് വിളിച്ചുകൊണ്ട് നടന്നാൽ മതി, എന്നിട്ട് ഒരു പ്രയോജനമില്ല എന്നും പറഞ്ഞ് വിഷ്ണുവിനെയും സത്യഭാമയും ഒക്കെ അങ്ങ് വഴക്ക് പറയുകയാണ്. തുടർന്ന് അമ്മ വീണ്ടും ആദ്യം അതൊരു ഡാർക്ക് സീനായിട്ടാണ് കാണിക്കുന്നതെങ്കിലും പിന്നീട് അതൊരു കോമഡി ആവുകയാണ്. തുടർന്ന് അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ നിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പല വീട്ടിൽ ജോലിക്ക് പോയല്ലേ നിന്നെയൊക്കെ പഠിപ്പിച്ചത്, എന്നിട്ട് 4 ക്ലാസ് നീ പഠിച്ചോ, തോറ്റിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചേച്ചി വിജി ഒന്ന് ചമ്മുകയാണ്. അന്നേരം പഠിച്ചില്ലെങ്കിലും ശരി എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടേരെ എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പം തന്നെ കെട്ടിച്ചു വിടണോ അതോ പിന്നെ മതിയോ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നീടായാലും മതി, തൽക്കാലം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലിടാനായിട്ട് നാഴി അരി വേണം എന്നിങ്ങനെ വിജി പറയുകയാണ്. അത് കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ മോൻ പോയിട്ടുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ പല്ലും കിളിച്ച് കയറി വരും. ആശാൻ എന്തെങ്കിലും പ്രത്യേകം ജോലി ഏൽപ്പിച്ചു, അത് ചെയ്ത് തീർന്നപ്പോൾ സമയം പോയി എന്നൊക്കെ പറഞ്ഞ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കലം വെള്ളം കൂടെ ഞാൻ തിളപ്പിക്കും, നിങ്ങളുടെ മകൻ്റെ മുഖത്തേക്ക് ഒഴിക്കാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണുവിനെയും പ്രീതിയല്ല ശാലിനിയെയും കുഞ്ഞിനെയും കൊണ്ട് കമലൻ ഓട്ടോയിൽ വരുന്നത്.
തുടർന്ന് നീ തിന്ന് ചിലയ്ക്കണ്ട, അതെ അവൻ വന്നു എന്ന് പറയുകയാണ്. അന്നേരം അരി ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് വൈകുന്നേരം വരെ കാത്തിരിക്കില്ല എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ഓട്ടോയിൽ നിന്ന് വിഷ്ണുവും ശാലിനിയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അന്നേരം ഓട്ടോ കാശ് എത്രയായി ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് വിഷ്ണു പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ വേണ്ട, എൻ്റെ വീട്ടിൽ വന്നിട്ട് ആശാൻ കാശ് കൊടുക്കാനോ എന്ന് പറഞ്ഞിട്ട് കമലം പേഴ്സ് എടുക്കുകയാണ്. എന്നിട്ട് എത്രയായെന്ന് ചോദിക്കുമ്പോൾ 90 എന്ന് പറയുകയാണ്. അന്നേരം ആകെ 100 രൂപയെ കമലിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് കൊടുക്കുകയാണ്. തുടർന്ന് എടാ അരി എന്നും പറഞ്ഞ് ഇങ്ങനെ വിജി ഇറങ്ങി വരുമ്പോൾ, കമലിൻ്റെ ചേച്ചി വിജി ഇറങ്ങി വരുമ്പോൾ ആശാനുണ്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കമലം പറയുകയാണ്. അത് വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് വിഷ്ണുവിനെയും ശാലിനിയും ഒക്കെ കാണുകയാണ്. തുടർന്ന് എന്തുണ്ട് വിജി വിശേഷങ്ങളും ചോദിക്കുമ്പോൾ സുഖം വിഷ്ണു എന്നിങ്ങനെ വിജി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. തുടർന്ന് അമ്മയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ വിഷ്ണു മോനോ, ഇത് ശാലിനി മോളോ, ഇത് പ്രീതിയുടെ കുഞ്ഞല്ലേ തന്നേന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയൊക്കെ കമലിൻ്റെ അമ്മ വാങ്ങുന്നുണ്ട്. തുടർന്ന് കമലൻ ശാലിനിക്ക് അമ്മയും ചേച്ചിയും ഒക്കെ പരിചയപ്പെടുത്തുകയാണ്. ഇതെൻ്റെ അമ്മ ഇന്ദുമതി, ഇത് ചേച്ചി വിജില എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അവരങ്ങനെ നിൽക്കുന്നു. അത്രയും ആകുമ്പോൾ സീൻ അവസാനിക്കുകയാണ്. പക്ഷേ കമലൻ്റെ വീട്ടിൽ അവർ അധികകാലം നിൽക്കുമോ, അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അതറിയില്ല. ഇനി വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ. ശാരദാമ്മ ഇതേ സമയം ജയിലിൽ തന്നെ കിടക്കുകയാണ്. അർജുൻ ഇതുവരെ എത്തിയിട്ടില്ല. ബാക്കി കഥകളൊക്കെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക്